വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് എൻ്റെ കുറച്ച് ഗിഫ്റ്റാണ്. എൻ്റെ ഗിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, അതായത് May 23. അപ്പോൾ അന്ന് എനിക്ക് 13 വയസ്സായി. സോ എൻ്റെ ഗിഫ്റ്റ്സ് ആണ് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. വലിയ ആൾക്കാരൊന്നും ഞങ്ങൾ വിളിച്ചിട്ടില്ല, ഞാൻ അടുത്തുള്ള കുറച്ച് കൂട്ടുകാരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. പക്ഷെ അവരെനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഗിഫ്റ്റ് ഉണ്ട്. പിന്നെ എൻ്റെ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടും. അപ്പോൾ ആ ഗിഫ്റ്റാണ് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ നിങ്ങളുടെ അടുത്ത് കാര്യം പറയാണ്ട്, ഞാൻ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട്. ബിക്കോസ് എനിക്ക് ട്യൂഷൻ സ്റ്റാർട്ടായി. അപ്പോൾ ഞാൻ ട്യൂഷൻ പഠിക്കുന്നത് വലിയൊരു സ്ഥലത്താണ്. അപ്പോൾ അവിടെ നല്ലപോലെ എഴുതാനും പഠിക്കാനൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ടൈം കിട്ടാറില്ല ഫോൺ എടുക്കാനൊക്കെ ആയിട്ട്. അതുകൊണ്ട് തന്നെ പിന്നെ എടുക്കുവാണെങ്കിൽ തന്നെ എനിക്ക് കുറേ നോട്ട്സ് എഴുതാറുണ്ട്. ട്യൂഷൻ ക്ലാസ്സിൽ കുറേ നോട്ട്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ബിസി കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ എടുക്കാറ്. അവിടെ 8ാം ക്ലാസ്സിലായില്ലേ, കുറേ പഠിക്കാനുണ്ട്. ടെക്സ്റ്റ് ബുക്കൊക്കെ തുറന്നു വെച്ച് ഇപ്പോഴേ ഞാൻ നോക്കാൻ തുടങ്ങി. ഇത് കണ്ടിട്ട് പ്രാന്ത് പിടിക്കാൻ തുടങ്ങി. സോ ഗൈസ്, അതുകൊണ്ടൊക്കെ പിന്നെ ഞങ്ങൾ ഒരു മാസം അച്ഛൻ്റെ അടുത്തായിരുന്നു, അതായത് അബുദാബിയിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു റീസൺ കൊണ്ട് മാത്രം കൂടി വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നലെ എനിക്ക് കിട്ടിയ ഗിഫ്റ്റാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം. സോ ഗൈസ്, പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് നിങ്ങളോട്. ഞാൻ മെയിൻലി വീഡിയോ ഇടാത്തത് ഞങ്ങൾക്ക് വേറെ കണ്ടന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. സോ ഞങ്ങൾക്ക് കണ്ടന്റ് ഒന്നും വരുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് 50 സബ്സ്ക്രൈബേഴ്സ് ആവാറായി. അത് എന്നെ വെച്ച് നോക്കുമ്പോഴും എൻ്റെ അനീത്തിനൊക്കെ വെച്ച് നിങ്ങളൊരു സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ 50 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പറഞ്ഞാൽ നല്ലൊരു ഇതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ ഈ ഗിഫ്റ്റാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതെനിക്ക് കിട്ടിയത് ഹെയർ ബാൻഡാണ്. ഇതെൻ്റെ വീടിന് നേരെ ഓപ്പോസിറ്റ് ഒരു കുട്ടിയെന്നാണ്. ഇവരെല്ലാവരും ഓരോ ഗിഫ്റ്റ് വെച്ചിട്ടല്ല തന്നിരിക്കുന്നത്. ഇതിൽ ഒരു ഗിഫ്റ്റ് തന്നെ പല ആൾക്കാരെ തന്നിട്ടുള്ളതാണ് കേട്ടോ. അതായത് ഈ കുട്ടി ഈ ഹെയർ ബാൻഡ് മാത്രമല്ല തന്നിട്ടുള്ളത്. അങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഹെയർ ബാൻഡ് എനിക്ക് ആദ്യം കിട്ടിയത്. താഴെ വെക്കാം. പിന്നെ എൻ്റെ അനീതിക്കും ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. സോ ഗൈസ്, ഇതെനിക്ക് നെക്സ്റ്റ് കിട്ടിയ എനിക്കൊരു ക്ലിപ്പാണ്. ഞാൻ നിങ്ങളെ ഫീൽ ചെയ്യിപ്പിച്ചുതരാം. ഓക്കെ, കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഗിഫ്റ്റ്സാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എനിക്ക് ക്ലിപ്സിനോട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് അടുത്തത് ഈ ക്ലിപ്പ്. ഇത് പൂവിന്റെ ആണ്. നിലത്തണ കഴിഞ്ഞാൽ പൊട്ടിച്ചിതറും. പിന്നെ പേപ്പർ സോപ്പ്. ഞാൻ ഈ സാധനം സ്കൂളിലെ കുഞ്ഞു പിള്ളേരുടെ വരെ മോഷ്ടിച്ചെടുക്കാറുള്ള ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സാധനം വാങ്ങണമെന്ന് പറയുമ്പോൾ അമ്മ ഇതൊക്കെ വാങ്ങിച്ചിട്ട് എന്തിനാണ്. അപ്പോൾ ഇത് മണിക്കുട്ടിക്ക് കിട്ടിയതും ഇത് എനിക്ക് കിട്ടിയതും. ബ്ലൂബെറി, ഇത് സ്ട്രോബെറി. നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടം എന്ന് പറയും. പിങ്ക് ആണോ ബ്ലൂ ആണോ കമ്പ്ലീറ്റ് ഇടുക. എനിക്ക് ബ്ലൂ കളർ ഇഷ്ടം. പിന്നെ എനിക്ക് ഇഷ്ടമാണ്, ചേച്ചിക്ക് ഇപ്പോഴും ഇഷ്ടം. ഇതിന്റെ മണം സ്ട്രോബെറിയുടെ ആണ്. പക്ഷെ ഇതിനൊരു ഫ്രാഗ്രൻസ്, ഒരു സ്പ്രേയുടെ മണമുണ്ട്, അതുപോലെ തന്നെ ഒരു ബ്ലൂബെറിയുടെ മണമുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടം. ഞാൻ കൊടുത്ത ഗിഫ്റ്റ് പിന്നെ എൻ്റെ അനിയത്തിയും എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു വിത്ത് ഹെർ ഓൺ പോക്കറ്റ് മണി. അപ്പൊ ഈ ഒരു ഗിഫ്റ്റ് എനിക്ക് ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് കിട്ടിയതാണ്. ലോക്ക് ബുക്ക്. ഞാൻ സത്യം പറയാലോ, ഞാനിങ്ങനെ പണ്ടേ തൊട്ട് ആഗ്രഹിച്ച ഒരു സാധനമാണ് ലോക്ക് ബുക്ക്. അത് ഞാൻ പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മണിക്കുട്ടിയുടെ പ്രായം തൊട്ട് ഞാനിങ്ങനെ ലോക്ക് ബുക്ക് വേണമെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പം എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഒക്കെ പോയി. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ ജേർണൽ കാണാണ്ട് പോയി. ഞാൻ ജേർണൽ ചെയ്യുന്ന ഒരാളായിരുന്നു. എൻ്റെ ജേർണൽ കാണാണ്ട് പോയി. പിന്നെ എൻ്റെ അനിയത്തിക്ക് ഇതിൽ ചെറിയ നോട്ടമുണ്ട്. ഓക്കെ, അപ്പം എനിക്ക് ഇതിന്റെ പേരെന്താന്ന് പറഞ്ഞോടാ. ഇതിന്റെ വേറൊരു സാധനത്തിന്റെ പേര് എനിക്കറിയാം. എനിക്കറിയില്ല. അപ്പൊ ഇതിന്റെ വേറെ സാധനമുണ്ട്, 2 ചെവിയൊക്കെ ഒരു പട്ടിനെ പോലെ നടക്കുന്ന സാധനം. അതിന്റെ പേര് സിനിമകളാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇതിന്റെ പേര് എന്താണെന്ന് എനിക്കറിയാം. ഇതിന്റെ പേര് അറിയാവുന്നവരും താഴെ കമന്റ് ചെയ്യുക. സോ ഗൈസ്, ഈ ഒരു ഡയറി കിട്ടി. ഇത് ലോക്ക് ഡയറി ആണ്. ഇതിന്റെ ലോക്ക് എനിക്ക് അറിഞ്ഞൂടത്. എനിക്ക് നാളെ പോയിട്ട് ആ കൊച്ചിനോട് ചോദിക്കണം. ഓക്കെ, ഇതൊരു ബുഷാണ്. ഇതെന്റെ അനീതിക്ക് കിട്ടിയതാണ്. പക്ഷെ എന്റെ അനീതിക്ക് അത് കെട്ടാനുള്ള മുടിയില്ല. സോ ഗൈസ്, ഒരു ബുഷ് സ്ക്രഞ്ച്. പിന്നെ ഇതൊരു ബോയ് ആണ് ഗൈസ്. ഞാൻ ഈ ബോ വലുതായിട്ട് യൂസ് ചെയ്യാറില്ല. പക്ഷെ ഞാൻ ഈ ബോ മെയിൻലി യൂസ് ചെയ്യുന്ന കായ കുത്താൻ. എനിക്ക് ഇങ്ങനെ പോണിടൈൽ ഇട്ടിട്ട് അവിടെയാണ് ഞാൻ കുത്താറുള്ളത്. രസാണ്. ഈ സ്കൂളിലൊക്കെ പോകുമ്പോ അതിന് കുത്താൻ പറ്റില്ല. ഇതാണ് ഇത്. പിന്നെ ഈ ഒരു ഹെയർ ബാൻഡ് മണിക്കുട്ടിക്കോളാണ്. ഇതെനിക്ക് ഇഷ്ടം. ഞാൻ വെക്കാറില്ല ബിക്കോസ് ഇങ്ങനത്തെ ഇഷ്ടമാണ്. എനിക്ക് പണ്ടേ തൊട്ട്
ഇങ്ങനത്തോട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പണ്ടേ ഇതിങ്ങനെ തൊട്ടുള്ള തലയിൽ ഇഷ്ടമാണ്. ഇങ്ങനെ വെക്കണ സാധനമാണ്. എന്റെ തല കറത്തുമില്ല, കണ്ടാലേ മനസ്സിലാവും. അത് ഇതാണ് സംഭവം. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് കിട്ടിയത് അഡ്ജസ്റ്റ് ഈ ചെയ്യണ്ടേ? ഒരു അതെനിക്ക് എനിക്ക് കിട്ടിയതാണ്. നിനക്ക് കിട്ടിയത് ഇതാണ്. എനിക്ക് കിട്ടിയത് ശരിക്കും എന്റെയാണ് ഇഷ്ടപ്പെട്ടത്. എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്. എയർ ബി എനിക്ക് ഇഷ്ടപ്പെടാതാ. ഇത് ഞാൻ കുത്താറുണ്ട് കേട്ടോ. ഇത് ഞാൻ എല്ലായിടത്തും മുമ്പ് കുത്താറുണ്ട്. പക്ഷെ എന്റെ ഡ്രസ്സിനനുസരിച്ചാണ് ഞാൻ കുത്താറുണ്ട്. ഓക്കെ, അപ്പോൾ ചേച്ചി സ്റ്റൈലിഷ് ആണ്. എന്റെ കാണിച്ചു കൊടുക്കുക, എന്റെ കാണിച്ചു കൊടുക്കുക, എന്റെ കാണിച്ചു ഇത് കൊടുക്കുക. ഞങ്ങൾക്ക് കിട്ടിയതാണ്. പിന്നെ ഞാൻ പറയാം, പിന്നെ ഈ ഒരു കീ ചെയിൻ കിട്ടി. എനിക്ക് കിട്ടി, എന്റെ അനിയത്തിക്കും കിട്ടി. ഇല്ലേ, അത് നമ്മുടെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യണം. സോ 2 പെന്നാണ്. ഞങ്ങൾ 2 പേരുടെയും മെന്നും കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നൈർവല്യ നൈർവല്യ. സോ 2 കീ ചെയിൻ കിട്ടി. ഇനി ബാക്കി കിട്ടിയിട്ടല്ല എനിക്കാണ്. അത് ഒരു ജോമെട്രി ബോക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു. ഓക്കെ ഗൈസ്, ആ ജോമെട്രി ബോക്സ് ഇനി അടുത്തത് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു കമ്മലാണ്. എനിക്ക് ഈ കമ്മൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസ് ഉള്ള ഒരു കൂട്ടത്തിലാണ്. അതുകൊണ്ട് എനിക്ക് കമ്മൽ ഭയങ്കര ഇഷ്ടം. അപ്പൊ എനിക്ക് കിട്ടിയ ഒരു കമ്മൽ. പിന്നെ ടീച്ചർ ഒരു കമ്മൽ കൊടുത്തായിരുന്നു. എന്റെ ടീച്ചർ എനിക്കൊരു കമ്മൽ തന്നിട്ടുണ്ടായിരുന്നു. അത് എന്റെ അമ്മയുടെ കസ്റ്റഡിയിലാണ്. ബിക്കോസ് അമ്മ പറഞ്ഞത് അത് നീടണ്ട, ബിക്കോസ് അത് അമ്മയ്ക്ക് വേണമെന്നു. എന്ത് കഷ്ടം. അപ്പൊ രണ്ടുപേരും കമ്മലുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കമ്മൽ ഇതായിട്ടാണ്. കമ്മൽ കിട്ടി ഗൈസ്. രണ്ടുപേരും ഏറ്റവും അടിപൊളിന കമ്മലിനാണ്, കമ്മലിലാണ്. ഈ ഒരു മാല, എനിക്ക് ഈ മാല ഭയങ്കര, ഞാൻ ഈ കുഞ്ഞു കുഞ്ഞു മാല ഞാൻ എടുക്കും. ഗൈസ്, ഇതെന്റെ മാലയാണ്. സോ ഇതാണ് എനിക്ക്. ഞാൻ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു മാലകളൊക്കെ ട്യൂഷൻ ക്ലാസ്സിൽ പോകുമ്പോൾ ഇടാറുണ്ട്. എനിക്ക് ഈ മാലനോട് നല്ല ഇഷ്ടമാണ്. പക്ഷെ ഇങ്ങനത്തെ മാലകളാണ് എനിക്ക് ഇഷ്ടം. ബ്ലാക്ക് കളർ എനിക്ക് എങ്ങനെ കാണുമ്പോൾ സ്മാർട്ട് ആയോ. പിന്നെ ഗൈസ്, എനിക്ക് 2 ചാനലുണ്ട്. ഒന്ന് എൻ സിസ്റ്റേഴ്സും ഒന്ന് ഡാർക്ക് എസ്തെറ്റിക് ലവർ ഡാർക്ക് എസ്തെറ്റിക്സ്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതിൻ്റെ ലിങ്ക്. പിന്നെ NNSD ഫിലിംസ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു പുതിയതായിട്ടൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ മാത്രമുള്ള ചാനലല്ല, അത് 4 പേര് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ചാനലാണ്. ഞാൻ, നൈപുണ്യ, ശിവനന്ദ, ദേവനന്ദ. അവരുടെ നിങ്ങൾക്ക് കുറച്ച് പുതിയതായിട്ട് തോന്നും. അവർക്കും ഉണ്ട് ഒരു ചാനൽ. അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നോക്കാം. ബിക്കോസ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള പേര് എനിക്ക് അറിഞ്ഞോളാം. സോ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കമ്മലാണ് കേട്ടോ. എനിക്ക് ലോക്കറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സ്മാർട്ട് എനിക്ക് ബ്ലാക്ക് കളർ ഇങ്ങനെ തോന്നുമ്പോൾ സ്മാർട്ട് വാച്ചില്ലേ, സ്മാർട്ട് കമ്മൽ, സ്മാർട്ട്. അപ്പൊ ഇത് ഇനി എൻ്റെ അനിയത്തി എന്ന ഗിഫ്റ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ ഇതാണ് അവൾ തന്ന ഗിഫ്റ്റ്. ഇത് അവളെനിക്ക് ഉണ്ടാക്കിയൊരു ബുക്ക് മാർക്ക്. എന്നോട് കാണിക്കാൻ പറഞ്ഞോണ്ട് ഞാൻ കാണിക്കുന്നതാണ് നിങ്ങളുടെ അടുത്ത്. അപ്പോ ഇതെനിക്ക് അവളുടെ ഓൺ മണി കൊണ്ട് 500 rupees. ഇതെന്റെ ഫേവറേറ്റ് സ്പ്രേ ആണ്. അത്തഗാന്റെ കടിപ്പോയി. ഞാൻ മണത്തില്ല. എനിക്കിങ്ങനെ എല്ലാ സ്പ്രേയും പിടിക്കത്തില്ല. ബിക്കോസ് എനിക്ക് എനിക്ക് മിക്ക സ്പ്രേകൾക്കും തലവേദന പിടിക്കുള്ളൂ. ഞാൻ യൂസ് ചെയ്ത സ്പ്രേകളെല്ലാം നല്ല സ്പ്രേകളാണ്. ഞാൻ ചീത്ത സ്പ്രേയുടെ നല്ല സ്പ്രേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്പ്രേ ആണെങ്കിൽ പോലും ചിലപ്പോൾ എനിക്ക് മണം പിടിക്കാൻ വരത്തില്ല. ചിലപ്പോൾ ചീപ്പ് സ്പ്രേയുടെ മണമായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ എൻ്റെ ഫേവറേറ്റ്, ഇതൊന്നും അല്ല സത്യം പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് പെർഫ്യൂം എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ഫേവറേറ്റ് പെർഫ്യൂം നിങ്ങൾക്ക് കാണിച്ചു തരാം വീഡിയോയുടെ ലാസ്റ്റില്. സോ ഗൈസ്, എനിക്ക് പിന്നെ കിട്ടിയുള്ള സാധനം എന്ന് പറയുന്നത് ഇതാണ്. ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് ഫ്രണ്ട് എന്നാണ്. ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ് കേട്ടോ. സോ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുള്ളത്. എനിക്ക് ഇങ്ങനത്തെ സാധനം ഇതുവരെ കിട്ടിയിട്ടില്ല. ആദ്യമായിട്ടാണ് കിട്ടുന്നത് ഇങ്ങനത്തെ ഒരു സാധനം. കുറെ പേർക്കൊക്കെ മിക്ക ആൾക്കാരുടെ കയ്യിലുള്ള സാധനമാണ്, പക്ഷെ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇത് പക്ഷെ ഇതിൽ നോക്കുമ്പോൾ വൈറ്റ് കളർ ഇരിക്കാം, പക്ഷെ അങ്ങനെയല്ല കേട്ടോ, റെയിൻബോ വൈറ്റ് കളർ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതൊരു സാധനം കിട്ടി. എനിക്ക് അത്യാവശ്യം നിറയെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. ഇതൊക്കെ എനിക്ക് നല്ല പോലത്തെ നല്ല ഗിഫ്റ്റാണ്. ഇനി എനിക്ക് കിട്ടിയിരിക്കുന്ന മൊത്തം നന്നം സാധനങ്ങളാണ്. ഗൈസ്, ഓക്കെ, നമുക്ക് അടുത്ത് കിട്ടിയിരിക്കുന്നത് ഒരു മഞ്ചാണ്.
ഇത് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ്സ് തന്നെയാണ് കേട്ടോ. ബർത്ത്ഡേ ഡീറ്റെയിൽഡ് വീഡിയോ ഞങ്ങൾ എടുക്കാൻ മറന്നുപോയി. എന്നാലും കേക്കിന്റെ ഒക്കെ ഫോട്ടോ നമ്മൾ എന്തായാലും ആഡ് ചെയ്യുന്നതായിരിക്കും ഈ ലാസ്റ്റില്. പിന്നെ നമുക്ക് പിന്നെ കിട്ടിയിരിക്കുന്നത് ഡയറി മിൽക്ക് സിൽക്ക്. ഡയറി മിൽക്ക് സിൽക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സിൽക്ക്. എനിക്ക് ഡയറി മിൽക്ക് സിൽക്കിന്റെ എല്ലാം ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ബബിളിയാണ്. അതേപോലെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ബബിളി. എനിക്ക് ബബിളി ഇഷ്ടമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് തന്നതാണ് കേട്ടോ ബബിളി. ഫ്രണ്ട്സിന്റെ ചോക്ലേറ്റ് ബബിളി. ബബ്ലിക്ക് കേക്കിന്റെ ഒരു ഫ്ലേവർ ആണ്. കേക്കിന്റെ സ്മൂത്ത് ആണ്. എല്ലാവർക്കും അറിയാം. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഫേവറേറ്റ് ചോക്ലേറ്റ്സ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചോക്ലേറ്റ് ആണ്. ശരിക്കുള്ള പരാമർശനേക്കാൾ ടേസ്റ്റ് ഇതിനുണ്ട് കേട്ടോ. ഇത് എനിക്ക് പക്ഷെ എത്രണ്ണം ഉണ്ട്? 6 ഉള്ളതുകൊണ്ട് എനിക്ക് ഇപ്പൊ തന്നെ തിന്നാൻ തോന്നുന്നില്ല. ഓർമ്മ എടുത്തിട്ട് നമുക്ക് രണ്ടും കൂടെ കഴിച്ചാണ്. ഇത് കവറാണ്. എനിക്ക് ഈ സാധനം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കൈ നിർത്താൻ പറ്റില്ല, തോന്നത്തില്ല. ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡാണ്. ചോക്ലേറ്റ് പോലെ തന്നെയാണ് എനിക്ക് ഐസ്ക്രീമും. പിന്നെ എൻ്റെ കേക്കിന്റെ ഫ്ലേവർ എന്നാൽ ബെൽജിയൻ ചോക്ലേറ്റ് ആയിരുന്നു എൻ്റെ ഫേവറേറ്റ് ഫ്ലേവറാണ്. പിന്നെ നമ്മളിപ്പോൾ ഒരു പുതിയ ഡിഷ് ഉണ്ടാക്കാൻ പോവാണ്. ഡിഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്കും ഐസ്ക്രീമും റഷറും ബബിളും ഇതെല്ലാം കൂടി സൂപ്പർ. എനിക്കൊരു കമ്മലും കൂടെ കിട്ടിയിട്ടുണ്ട്. ആ കമ്മൽ ഞാൻ ഇപ്പം ഇതിൽ വെച്ചിട്ടില്ല, അമ്മേൻ്റെ കയ്യിലാണ് ആ കമ്മല്. പക്ഷെ ക്ലാസ്സിൽ ഒരു കുട്ടി എന്നാണ്. പിന്നെ എനിക്കൊരു മാലയും കൂടെ തന്നിട്ടുണ്ട് ബട്ടർഫ്ലൈയുടെ കീച്ചുള്ള. അതും അമ്മയുടെ കയ്യിലാണ്. അമ്മ എവിടെ എടുത്ത് വെച്ചേക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സോ ഗൈസ് ഇത്രേ ഉള്ളൂ നമ്മുടെ ഗിഫ്റ്റ്സ് ഒക്കെ. ഞാൻ മൊത്തത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊക്കെയാണ് എനിക്ക് ടോട്ടലി കിട്ടിയ ഗിഫ്റ്റ്സ് എന്ന് പറയുന്നത്. സോ എനിക്കെല്ലാം ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ്സാണ് എനിക്ക് കിട്ടിയത് മൊത്തം. സോ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്പ്രേനെ കുറിച്ച്. ആ സ്പ്രേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞങ്ങൾ കാണിച്ചു തരാം. എൻ്റെ ഓൾ ഓവർ ഫേവറേറ്റ് സ്പ്രേ എന്ന് പറയുന്നത് ഈ ഒരു സ്പ്രേ ആണ് കേട്ടോ. ആർക്കും ഇഷ്ടപ്പെടുന്നൊരു സ്പ്രേ ആണ് കേട്ടോ ഈ ഒരു സ്പ്രേ. ബിക്കോസ് ഇതിൻ്റെ സ്മെല്ല് ഭയങ്കര നല്ലതാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്കൊക്കെ ഈ ചില സ്പ്രേകളുടെ മണം കേട്ടിങ്ങനെ തലവേദന എടുക്കും. പക്ഷെ സത്യമായിട്ട് ഞാൻ പറയാണ്, ഈ ഒരു സ്പ്രേ നിങ്ങൾ അങ്ങനെ ഉള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തിക്കില്ല. ഇത്രയ്ക്കും നല്ലൊരു സ്പ്രേ ഇനി കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നല്ലൊരു സ്പ്രേ ആണ് കേട്ടോ. ബ്ലൂ സീ എന്നാണ് ഈ സ്പ്രേയുടെ പേര് വന്നിട്ട്. ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു സ്പ്രേ ആണ്. എനിക്കങ്ങനെ സ്പ്രേയോട് വലിയ താല്പര്യമില്ലാത്തതാണ്. പക്ഷേ ഈ സ്പ്രേ എന്നെ അത് പ്രൂവ് റോങ് ചെയ്തു. ബിക്കോസ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു സ്പ്രേ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളങ്ങനെ ട്രൈ ചെയ്യണം. ബൈ.